ഇപ്പോൾ പള്ളിയിൽ സൗകര്യങ്ങൾക്ക് എല്ലാ പള്ളികളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ജമാഅത്തിന് ആളുകൾ പള്ളി നിറയെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ജുമാ നിസ്കാരം പോലെയോ അല്ലെങ്കിൽ ജനാസ നിസ്കാരം പോലെയൊന്നും സാധാരണ വക്തുകളിൽ പള്ളി നിറയെ ആളുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ സഫുകളിൽ ഒരുപാട് ഗ്യാപ്പ് ഇടയിൽ വന്നുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വളരെ വിശാലമായി ഇങ്ങനെ ഇടയിൽ ഗ്യാപ്പ് വെച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. അത് സുന്നത്തിന് എതിരാണ്. തറാസു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പരസ്പരം ചേർന്ന് അടുത്ത് നിൽക്കണം, പള്ളി എത്ര വിശാലത ഉണ്ടായാലും ശരി. സഫിൻ്റെ ശൈലി അതാണ്. കാലിൻ്റെ മടമ്പുകൾ ഒപ്പിച്ചുകൊണ്ട്, എല്ലാവരുടെയും മടമ്പാണ് ഒക്കേണ്ടത്. അപ്പുറത്ത് കാല് നിങ്ങളുണ്ടാവും, കുറച്ച് നിങ്ങളുണ്ടാവും, അത്രയൊന്നും ഇല്ലാത്തത് ഷോർട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, നോക്കേണ്ട ആവശ്യമില്ല. ബേക്ക് ഭാഗം ഇവിടെയൊക്കെ ലൈന് അല്ലെങ്കിൽ ഈ കാർപ്പറ്റിൻ്റെ ഇത് പിന്നെ സൊപ്പിന് കണക്കായിട്ടാണ് ഇട്ടത്. അതിന് കണക്കായിട്ട് മടമ്പ് ലെവൽ ചെയ്ത് നിന്നാൽ സൊപ്പ് വളരെ കൃത്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ പിറകിൽ നിന്നും തുടർന്ന് നിസ്കരിക്കുമ്പോൾ അവരുടെ സൊപ്പുകൾ ഇത് ലെവലാകാൻ വേണ്ടി വളരെയധികം ഉപദേശിക്കുകയും പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറകിലേക്ക് നോക്കി സൊപ്പ് നേരെയാക്കാൻ സുബൂക്കും എന്ന് പറയുകയും അത് നിസ്കാരത്തിൻ്റെ പരിപൂർണതയിൽ പെട്ടതാണെന്നും സൊപ്പ് ലെവലാക്കാതെ നിന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭിന്നമാക്കി കളയും. ലാ തഖ്തലിഫു, നിങ്ങൾ കാലിൻ്റെ മടമ്പ് അപ്പുറം ഇപ്പുറമൊക്കെ ആക്കി സപ്പ് ലെവലല്ലാതെ നിൽക്കരുത്. സപ്പ് അണിയൊപ്പിച്ച് തന്നെ നിൽക്കണം. അല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു തആല ഭിന്നിപ്പ് ഉണ്ടാക്കുകയും ചിത്രത ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം ഇണങ്ങാതിരിക്കും. അത് വലിയൊരു ദുരന്തമാണ്. അതൊരു സുന്നത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.